ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നു, കാറ്റഗറി ലിസ്റ്റ് വന്നു, ഓപ്ഷൻ രജിസ്ട്രേഷൻ നോട്ടിഫിക്കേഷനും എൻട്രൻസ് കമ്മീഷണർ റിലീസ് ചെയ്തു. അപ്പോൾ നമ്മുടെ പ്രവേശന നടപടികൾ തുടങ്ങാൻ പോകും, കമൻസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്താണ് ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ, അല്ലെങ്കിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. നമുക്കറിയാം, ഗവൺമെൻറ് ലോ കോളേജിലെ എല്ലാ സീറ്റുകളും മെറിറ്റ് സീറ്റുകളാണ്. പ്രൈവറ്റ് ലോ കോളേജിൽ രണ്ട് തരം സീറ്റുകളുണ്ട്. മെറിറ്റ് സീറ്റുകളും ഉണ്ട്, മാനേജ്മെൻറ്റ് സീറ്റുകളുണ്ട്. മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് അതത് കോളേജിൻ്റെ മാനേജ്മെൻറ്റ് അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ഫീസ് മേടിച്ച് എന്ത് ചെയ്യുന്നു, റിക്രൂട്ട് ചെയ്യുന്നു. മെറിറ്റ് സീറ്റിലേക്ക് നമ്മൾ ഈ എൻട്രൻസ് എഴുതി മെറിറ്റ് കിട്ടിയവരെ ആണ് എന്ത് ചെയ്യുന്നത്, റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെൻറ് ലോ കോളേജിലെ മെറിറ്റ് സീറ്റുകളും പ്രൈവറ്റ് ലോ കോളേജിലെ മെറിറ്റ് സീറ്റുകളിലേക്കും എൻട്രൻസ് കമ്മീഷണർ സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് അല്ലെങ്കിൽ CAP നമ്മുടെ അലോട്ട്മെൻറ്റ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, പ്രവേശനം കൊടുക്കുന്നത്. അപ്പോൾ ഈ അലോട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം +1 ഡിഗ്രിക്കൊക്കെ നമ്മൾ അലോട്ട്മെൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിന് മുൻപ് ഞാൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് കുട്ടികൾ വരുന്ന കുറച്ച് തെറ്റുകൾ, അല്ലെങ്കിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റി ആദ്യം ഞാൻ കൺവേ ചെയ്യാം. ഒന്നാമത്തെ കാര്യം, നമുക്കറിയാം 3 ഇയറിൽ ഏകദേശം 19 പ്രൈവറ്റ് കോളേജ് ഉണ്ട്, 4 ഗവൺമെൻറ് കോളേജ് ഉണ്ട്. പിന്നെ 5 ഇയറിൽ 4 ഗവൺമെൻറ് കോളേജ് ഉണ്ട്, 30ഓളം വരുന്ന പ്രൈവറ്റ് കോളേജ് ഉണ്ട്. നമുക്ക് എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത്ര എമൗണ്ട് ഓഫ് ഓപ്ഷൻസ് കൊടുക്കാൻ പാടുള്ളൂ, അങ്ങനെ ഒരു ലിമിറ്റ് ഒന്നുമില്ല. എത്ര ഓപ്ഷൻസ് വേണേ കൊടുക്കാൻ പറ്റും. നോർമലി കുട്ടികൾ ചെയ്യേണ്ട തെറ്റെന്താ വെച്ച് കഴിഞ്ഞാൽ, എവിടെയെങ്കിലും കിട്ടട്ടെ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, കുറച്ച് റാങ്ക് കുറഞ്ഞവർ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ചില ഡൗട്ട് ഉള്ളവരുണ്ട്, കൺഫ്യൂഷൻ ഉള്ളവർ എന്ത് ചെയ്യും, ചറപറ ഉള്ള കോളേജുകളെല്ലാം കൊടുക്കും. അപ്പോൾ നമുക്ക് ഇറങ്ങിത്തിരിഞ്ഞ് എവിടെയെങ്കിലും ഒരു കോളേജിൽ കിട്ടും. ചിലപ്പോൾ നമുക്ക് ആ കോളേജ് താല്പര്യമേ ഉണ്ടാവില്ല. അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ആ കോളേജ് വലിയ കാര്യമില്ല, അല്ലെങ്കിൽ കോളേജിൽ കയറാൻ താല്പര്യമില്ല. അപ്പോൾ 1-2 കുട്ടികളടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട്, സാർ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇന്ന കോളേജ് കിട്ടി, എനിക്ക് അവിടെ ചേരാൻ താല്പര്യമില്ല, ഞാൻ എന്താ ചെയ്യുക, ചേരാണ്ടിരുന്നാൽ എന്തായിരിക്കും പിന്നീട് എന്താ സംഭവിക്കുക? ഒരിക്കലും നമുക്ക് ചേരാണ്ടിരിക്കാൻ പറ്റില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നമുക്ക് ഏത് കോളേജാണ് അലോട്ട് ചെയ്യുന്നത് ആ കോളേജിൽ നിർബന്ധമായിട്ട് നമ്മൾ പോയി ചേരണം. ചേർന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കും നമ്മൾ. അങ്ങനെയാണ് സംഭവം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ കോളേജ് ലിസ്റ്റിനെ പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നോക്കിയിട്ട് കോളേജുകളൊക്കെ നോക്കുക, നിങ്ങളുടെ സൗകര്യങ്ങൾ നോക്കുക, നിങ്ങളുടെ സാമ്പത്തിക നില നോക്കുക. കാരണം പ്രൈവറ്റ് കോളേജിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും കോഷൻ ഡെപ്പോസിറ്റും ട്യൂഷൻ ഫീ കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ കോളേജുകളാണ് വേണ്ടതെന്നുള്ളത് ആദ്യം നിങ്ങൾ തീരുമാനിക്കുക. എന്നിട്ട് മതി നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്താൽ മതി. ഇപ്പോൾ ഇപ്പോൾ ചില ജില്ലയിലുള്ളവർ ആ ജില്ലകളിലുള്ള കോളേജ് മാത്രമേ നോക്കുകയുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് ട്രാവൽ സൗകര്യമുള്ള പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ലോ കോളേജുകളാണ് നോക്കുന്നുണ്ടാവും അവർ. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ഇരുന്നിട്ട് ആ കോളേജ് ലിസ്റ്റ് ഒന്ന് നോക്കുക. കോളേജ് ലിസ്റ്റ് നോക്കിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഏത് കോളേജാണ് എനിക്ക് വേണ്ടത് അത് മാത്രം എന്ത് ചെയ്യുക, സ്കെച്ച് ഔട്ട് ചെയ്ത് അത് മാത്രം ഓപ്ഷൻസ് കൊടുത്താൽ മതി. ഈ ചറപറ വാരി വലിച്ച് നിങ്ങൾ കൊടുത്തേക്കരുത്. ഈ വാരി വലിച്ച് കൊടുത്താലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നമുക്ക് താല്പര്യമില്ലാത്തൊരു കോളേജ് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, പിന്നീട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മളവിടെ പോയി ചേരണം. ചേർന്നില്ലെങ്കിൽ എന്താ, നമ്മൾ ടോട്ടൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ പുറത്താക്കും നമ്മൾ. അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷന് മുൻപ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കിയെടുക്കണം. ഏതൊക്കെ കോളേജുകളാണ് എനിക്ക് പഠിക്കാൻ താല്പര്യമുള്ളത്, പഠിക്കാൻ താല്പര്യമുള്ള കോളേജ് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. ഒരിക്കലും താല്പര്യമില്ലാത്തതും അറിയാത്തതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, പഠിക്കാൻ ഒട്ടും ഇഷ്ടമല്ലാത്ത കോളേജുകൾ കൊടുത്തേക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഇൻ കേസ് അങ്ങനെ കറങ്ങി തിരിഞ്ഞത് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ അവിടെ എന്തായാലും പോയി നമ്മൾ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യണം. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നമ്മൾ ജോയിൻ ചെയ്ത് പിന്നെ എന്ത് ചെയ്യുക, ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്ത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് വേറെ ഹയർ ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ട്രൈ ചെയ്യാം. നമ്മൾ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് നമ്മൾ. പിന്നെ അലോട്ട്മെൻറ്റ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഒരു പ്രയോറിറ്റി ബേസിസിൽ വേണം നിങ്ങൾ കൊടുക്കാൻ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോളേജ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ അതിയായ താല്പര്യമുള്ള കോളേജാണ് നമ്പർ 1 ഓപ്ഷനായി കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ ഏറ്റവും താല്പര്യമുള്ള കോളേജ് നമ്പർ 2 ഓപ്ഷനായി കൊടുക്കാനുള്ളത്. അത് കഴിഞ്ഞ് നമ്പർ 3, അങ്ങനെ ഒരു പ്രയോറിറ്റി ഒരു ഡിസെൻഡിങ് ഓർഡറിൽ വേണം നിങ്ങൾ കൊടുത്തിരിക്കാം. ഓക്കെ, ഒരിക്കലും നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് കോളേജ്, നിങ്ങൾക്ക് ഏറ്റവും പഠിക്കാൻ താല്പര്യമുള്ള കോളേജ് ഒരിക്കലും കൊണ്ട് 5th or 6th ഓപ്ഷനോ കൊടുത്തേക്കരുത്. ഏറ്റവും താല്പര്യമുള്ള കോളേജ് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഓപ്ഷന് കൊടുക്കുക. അതാണ് എപ്പോഴും ഫസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ പ്രയോറിറ്റി ബേസിസിലാണ് അലോട്ട്മെൻറ്റ് നടക്കുന്നത്. പ്രയോറിറ്റി ബേസിസിൽ വേണം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കാൻ. തോന്നിയ പോലെ വലിച്ചു വാരി കൊടുക്കരുത്. നിങ്ങൾ ഇരുന്നിട്ട് നിങ്ങളൊന്ന്
ഒന്ന് സ്കെച്ച് ഔട്ട് ചെയ്യുക. എനിക്ക് ഈ കോളേജാണ് വേണ്ടത്, അപ്പോൾ ഇതാണ് എനിക്ക് ഏറ്റവും പഠിക്കാൻ എൻ്റെ താല്പര്യം, അപ്പോൾ ഇത് ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, എനിക്ക് തൃശ്ശൂർ ലോ കോളേജും കോഴിക്കോടും എറണാകുളം മാത്രമേ താല്പര്യമുള്ളൂ. ഈ 3 സ്ഥലത്ത് എനിക്ക് പഠിക്കാൻ താല്പര്യമുള്ളൂ. അതിൽ തന്നെ എറണാകുളം ലോ കോളേജിലാണ് എനിക്ക് ഏറ്റവും പഠിക്കാൻ താല്പര്യം. അപ്പം ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ ഏതാ കൊടുക്കേണ്ടത്? എറണാകുളം ലോ കോളേജ് കൊടുക്കേണ്ടത്. ഒരിക്കലും അത് തേർഡോ സെക്കൻഡോ കൊടുക്കരുത്. പിന്നെ രണ്ടാമത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള തൃശ്ശൂർ ലോ കോളേജ്. അപ്പം ഞാൻ സെക്കൻഡ് ഓപ്ഷൻ തൃശ്ശൂർ ലോ കോളേജ് കൊടുത്തു, തേർഡ് ഓപ്ഷൻ കോഴിക്കോട് കൊടുക്കും. അങ്ങനെ വേണം. ഒരു പ്രയോറിറ്റി ബേസിസിൽ വേണം ഓപ്ഷൻസ് കൊടുക്കാൻ. നിങ്ങൾക്ക് താല്പര്യമുള്ളതും നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള കോളേജ് മാത്രമേ കൊടുക്കാവുള്ളൂ. ഇപ്പോൾ പല ആൾക്കാർ പല ക്രൈറ്റീരിയ, ഡിസ്റ്റൻസ് നോക്കും, ഹോസ്റ്റൽ സൗകര്യം നോക്കും. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, അന്വേഷിച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അലോട്ട്മെൻറ്റ് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാൻ. പിന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ടോട്ടൽ 10 ഓപ്ഷൻസ് നിങ്ങൾ കൊടുത്തു. അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് 10 ഓപ്ഷൻസ് നിങ്ങൾ കൊടുത്തു. നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ 5ാമത്തെ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് താഴെയുള്ള 6 to 10 ഓപ്ഷൻസ് ഓട്ടോമാറ്റിക്കായി ക്യാൻസലായി പോകും. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ 5ാമത്തെ ഓപ്ഷൻ കിട്ടിയ പിന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ 4, 3, 2, 1 എപ്പോഴും അലോട്ട്മെൻറ്റ് പ്രയോറിറ്റി മേളിലേക്കാണ് പോകുന്നത്, താഴോട്ട് പോവില്ല. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് വേണ്ട കോളേജുകൾ, നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള കോളേജുകൾ ഒരു പ്രയോറിറ്റി ബേസിസിൽ വേണം കൊടുക്കാൻ. തോന്നിയ പോലെ വലിച്ചു വാരി കൊടുക്കരുത്. കാരണം ഓപ്ഷൻ നമ്പേഴ്സിന് പോലും എന്ത് ചെയ്യുന്നുണ്ട്, വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ഏറ്റവും താല്പര്യമുള്ള കോളേജ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുക. അത് കഴിഞ്ഞ് സെക്കൻഡ്, തേർഡ് ഓപ്ഷൻസ് കൊടുക്കുക. പിന്നെ പ്രയോറിറ്റി ബേസ് ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 5th ഓപ്ഷൻ കിട്ടിയാൽ പിന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളുടെ 4, 3, 2, 1 ഓപ്ഷൻസേ പരിഗണിക്കുകയുള്ളൂ. താഴോട്ടുള്ള ഓപ്ഷൻസ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ക്യാൻസലായി പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പല കുട്ടികളും ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിച്ചു വാരി കൊടുക്കും. എന്നിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഇന്ന കോളേജ്, തീരെ താല്പര്യമില്ലാത്ത കോളേജ് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു വഴിയിലാണ് അവിടെ പോയി ചേരും. ചേർന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, ചേർന്നില്ല നമ്മൾ തുടർന്നുള്ള അലോട്ട്മെൻറ്റ് നമ്മൾ പരിഗണിക്കില്ല. നമ്മൾ ടോട്ടൽ അലോട്ട്മെൻറ്റ് നമ്മൾ ഔട്ടാവും നമ്മൾ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യണം അതിൻ്റെ പ്രൊസീജിയർ നമുക്ക് നോക്കാം. ഓക്കെ, ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യണം. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറുക. കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ലിങ്ക് വന്ന് കിടക്കണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ, നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ നിങ്ങൾക്ക് പേ ചെയ്യാം. ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ എന്ന് പറയുന്നത് റീഫണ്ടബിളാണ്. ഇനി നിങ്ങൾക്ക് ഒരു സ്ഥലത്തും അലോട്ട്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചത് റീഫണ്ട് ചെയ്യും നിങ്ങൾക്ക്. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുക, ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പിന്നെ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുക. ഓപ്ഷൻസ് രജിസ്ട്രേഷൻ ശ്രദ്ധയോടെ ചെയ്യുക. ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് ആ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഐഡിയ വേണം ഏതൊക്കെ കോളേജ് എനിക്ക് വേണ്ടതെന്നുള്ളത്. എന്നിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ. ഓക്കെ, ഈ പ്രോസ്പെക്ടസും നോട്ടിഫിക്കേഷൻ പ്രകാരം വന്നിട്ടുള്ള കോളേജ് ലിസ്റ്റാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി ഏതെങ്കിലും കോളേജ് ഫ്രഷ് ആയിട്ട് എൻ്റർ ചെയ്യുന്നില്ല, അതൊക്കെ എന്ത് ചെയ്യുന്നത്, ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ടെലഗ്രാം ചാനലിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ചെയ്യും. നിങ്ങൾ ലിങ്കും കാര്യം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ജോയിൻ ചെയ്തിടാം. അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ ചെയ്യുക, ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുക. ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് നിർബന്ധമായിട്ട് സേവ് ചെയ്യാൻ മറക്കരുത്. ചുമ്മാ എന്ത് ചെയ്യണം, ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്ത് അത് ലോഗൗട്ട് ചെയ്ത് വന്നേക്കരുത്. നിർബന്ധമായിട്ട് സേവും ചെയ്യണം. സേവ് ചെയ്ത് പ്രിന്റ് എടുത്ത് വെക്കണം. ഓക്കെ, സേവ് ചെയ്ത് പ്രിന്റ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ഓപ്ഷൻസാണ് കൊടുത്തതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. എന്നിട്ട് ആ പ്രിന്റ് എടുത്ത സാധനം കൃത്യമായിട്ട് നിങ്ങൾ ഫയലിലാക്കി വെക്കുക. ഞാൻ പറഞ്ഞു, അപ്ലിക്കേഷൻ മുതൽ ഇനി അവസാനം വരെയുള്ള എല്ലാ രേഖകളും ഒരു ഫയലിലാക്കി വെക്കുക. ആ ഫയൽ തുറന്ന് നിങ്ങൾ കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യം കിട്ടുന്ന രീതിയിലൊരു ഫയൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക, പ്രിന്റ് എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, കാൻഡിഡേറ്റ് പോർട്ടലിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലോഗൗട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് 5 ഇയർ കാര്യം 3 ഇയർ കാര്യം ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യേണ്ട രീതി. ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന ഒരു കാര്യം കൂടെ ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. ഓപ്ഷൻ രജിസ്ട്രേഷനിൽ കയറുന്നതിന് മുൻപ് നിങ്ങൾക്ക് എവിടേക്കാണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കി സ്കെച്ച് ഔട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ കയറാൻ. ഓക്കെ, അല്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഈ കോളേജ് കുറേ കോളേജുകൾ കാണുന്നു, ഈ കോളേജ് കൊടുത്തേക്കാം, ഈ കോളേജ് കൊള്ളാം, ഈ കോളേജിൻ്റെ പേര് കൊള്ളാം, ഇതും കൊടുത്തേക്കാം എന്ന് പറഞ്ഞ രീതി കൊടുക്കരുത്. ഒരു ഐഡിയ ഇല്ലാണ്ട് നിങ്ങൾ ചെയ്യരുത്. ഒരു ഐഡിയ വരുത്തി വേണം ചെയ്യാൻ. കാരണം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് കുറേ കാര്യങ്ങളുണ്ട്. പോയി പഠിക്കുമ്പോൾ ഹോസ്റ്റൽ വേണം, നമുക്ക് ട്രാവൽ എളുപ്പമാണോ, അതുപോലെ തന്നെ അവിടുത്തെ അമ്യൂണിറ്റീസ്, ഇതൊക്കെ അന്വേഷിച്ചിട്ട് വേണം എന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യണം, ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത്. ബാക്കി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് നിങ്ങൾ ഇടുക, ഞാനത് റിപ്ലൈ ചെയ്യാം. ബാക്കി നമുക്ക് തുടർന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഓൾ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഹെൽപ്ഫുൾ ഉറപ്പായിട്ട് സപ്പോർട്ട്, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക ഗൈസ്. താങ്ക് യു.